കുവൈറ്റ് സിറ്റിക്കകത്തുള്ള അൽ അഹമ്മദി റിഫൈനറി സെൻറ്ററിന് സമീപം ഒരു വലിയ മിസൈൽ വന്ന് പതിക്കുകയും ഇവിടെ ഒരു സാരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത്. മറ്റ് ആൾനാശം ഉൾപ്പെടെ സംഭവിച്ചതായിട്ട് മറ്റ് വിവരങ്ങളൊന്നും ഇതിലില്ല. 2 പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരം ഇതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ റിഫൈനറി സെൻറ്ററിന് അടുത്തും ആക്രമണം കുവൈറ്റിൽ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ US എംബസിയിലും ആക്രമണം ഉണ്ടായി. ഇന്ന് രാവിലെ മുതൽ തന്നെ തുടർച്ചയായിട്ട് സൈറനുകൾ അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് കുവൈറ്റിലുള്ളത്. അത് ഒരു വലിയ ഒരു പ്രതിസന്ധി തന്നെ അവിടെയുള്ള മലയാളികൾക്കും ആളുകൾക്കും ഉൾപ്പെടെ ഇപ്പോൾ സംജാതമാക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഒരു കറുത്ത പുക അവിടെ ഉയരുന്നതായിട്ടാണ് ഇപ്പോൾ ഒരു റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് നമുക്കിപ്പോൾ നിലവിൽ ഈ സമയത്ത് സ്ഥിരീകരിക്കാനുള്ളത്. ഇപ്പോൾ ആൾനാശം ഉൾപ്പെടെ സംഭവിച്ചോ മറ്റു കാര്യങ്ങൾ അടക്കം ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലെ വാർത്തകൾ ഉടനെ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. US എംബസിയിൽ തീപിടുത്തമുണ്ട്, അവിടെ ഫയർ ഉണ്ട്. അത് മിസൈൽ ആക്രമണമെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ വിഷ്വൽസ് അടക്കം അല്പസമയത്തിനുള്ളിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവും. എന്തായാലും കുവൈറ്റിലെ US എംബസിക്ക് നേരെയും നീക്കമുണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ അജയ്, നമ്മൾ ഇതുവരെ കണ്ടതല്ല ചിത്രം, അല്പം വളരെ മോശമാകുന്നു എന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ഒരു ചിത്രം മാറുകയാണല്ലോ അല്ലേ? പ്രത്യേകിച്ച് ഇറാൻ്റെ തിരിച്ചടി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യക്കാർ കൂടുതലുള്ള ഇടങ്ങളുണ്ട്, മലയാളികളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അല്പം ആശങ്കപ്പെടണം അല്ലേ? തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിൽ ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. എന്നാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ അടക്കം കൂടുതൽ താമസിക്കുന്ന മേഖലകളിൽ പ്രതിസന്ധികൾ ഉള്ളതായിട്ട് ഇപ്പോൾ അങ്ങനെ റിപ്പോർട്ടുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ കൂടുതൽ ഇത്തരം മേഖലകളിലുള്ള ഈ പ്രതിസന്ധികൾ അടക്കം ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് വെച്ചാണെങ്കിൽ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ തുറമുഖങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടന്നത്. എന്നാൽ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെയുള്ള റിഫൈനറികൾ അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള US എംബസി ഇതെല്ലാം കേന്ദ്രീകരിച്ച് ആക്രമണം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളാണ്. അതുപോലെ തന്നെ അവിടെ അടക്കം ഒരുപാട് ഈ വർക്കേഴ്സ് അടക്കം തിങ്ങിപ്പാർക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടെ ഉണ്ടാകാം. അപ്പോൾ അത് ഒരു തീർച്ചയായിട്ടും ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ നിലവിൽ അത്തരം നമ്മൾ ഒരുപാട് അത് ആലോചിച്ച് ഒരുപാട് ആശങ്കയിലേക്ക് പോകേണ്ട നിലവിലുള്ള സാഹചര്യമില്ല. കാരണം മലയാളികളൊന്നും ബാധിക്കപ്പെട്ടതായിട്ട് നിലവിൽ റിപ്പോർട്ടുകൾ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ വീണ്ടും അവിടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനങ്ങളോട് ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ തുടരാനാണ് ബഹ്റൈനിൽ നിന്ന് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അബുദാബിയിലും ഈ എക്സ്പ്ലോഷൻസിന്റെ ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. UAE-യിലടക്കം അപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമെല്ലാം ദോഹയിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നു. ഖത്തറിലും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒമാനിൽ പിന്നീട് വലിയ തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ അതൊന്നും ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ അവിടെ ഒരു തുറമുഖത്തിന് നേരെയുണ്ടായ ആക്രമണം മാത്രമാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ ഒമാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംഘർഷം മറ്റ് മേഖലകളിലേക്ക് കൂടി മറ്റ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൂടി ലെബനൻ അടക്കം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ സിപ്രസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലും നേരത്തെ ഇന്ന് രാവിലെ ആക്രമണം നടന്നിരുന്നു. അവിടെയുള്ള പ്രസിഡന്റ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തെ പറ്റി ബ്രിട്ടനെ അറിയിച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ സൈനിക കേന്ദ്രത്തിന് നേരെയാണ്, അവിടുത്തെ ഒരു സൈനിക ബേസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. നേരെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ചില എയർക്രാഫ്റ്റുകളൊക്കെ തകർന്നതായിട്ടും അവിടെ ഈ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അവിടുത്തെ സിട്രസിൻ്റെ ഭരണാധികാരി UK അറിയിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് നിലവിൽ വരുന്നത്. അപ്പോൾ എന്തായാലും അവിടെയും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ പല മേഖലകൾ കേന്ദ്രീകരിച്ച് ഇന്നലെ ആക്രമണത്തിൽ ചിത്രത്തിലേ ഇല്ലാതിരുന്ന പല പ്രദേശങ്ങളും ഇപ്പോൾ ഈ ആക്രമണത്തിലേക്ക് കടന്നു വരുന്നു. ഇറാന്റെ പ്രത്യാക്രമണം അവർ അത്രയും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇവർ ഒരു കൃത്യമായ നേതൃത്വമില്ലാതെ കൃത്യമായി ഒരു സമാധാന ചർച്ചകൾക്ക് മുതിരാതെ ഈ ആക്രമണം അത് ഏത് ദിശയിൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് തീർച്ചയായിട്ടും.
യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പശ്ചിമേഷ്യയിൽ അസാധാരണമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നു എന്നതാണ്. ഒന്ന്, ഇറാന്റെ തിരിച്ചടി അതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ ഒട്ടും ചെറുതല്ല. US എംബസി അടക്കം ആക്രമിച്ചു കഴിഞ്ഞു ഇറാൻ എന്നതാണ് സാഹചര്യം. കുവൈറ്റിലെ US എംബസിയിൽ നിന്ന് തീയും പുകയും ഒക്കെ ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് മിസൈൽ ആക്രമണം തന്നെ എന്നതാണ് മനസ്സിലാവുന്നത്. ഇതിനിടയിൽ ഇസ്രയേൽ മറിച്ച് ലബനനെതിരെ നീക്കം നടത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവും. ഈ തരത്തിലുള്ള അടിച്ചും തിരിച്ചടിച്ചും പശ്ചിമേഷ്യ അങ്ങേയറ്റം സംഘർഷപൂരിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നതാണ് അവസ്ഥ.